അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറവേറ്റ കാട്ടാനയെ കണ്ടെത്താൻ വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഡെപ്യൂട്ടി റേഞ്ചർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, പറയൂ ഈ ആനയുടെ കാര്യം. ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24 ആണ് പുറത്തുവിട്ടത്. ഇന്നലെ നമ്മുടെ മോർണിംഗ് ഷോയിലടക്കം ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരുന്നു. ഡോക്ടർ അരുൺ സക്രിയെ എത്തിച്ചുള്ള ചികിത്സയ്ക്ക് വനംവകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഇന്ന് അത് സംബന്ധിച്ചുള്ള മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കുന്ന അടക്കമുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. നാളെ അരുൺ സക്രി ഇവിടെ എത്തി ആനയ്ക്ക് ചികിത്സ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും. പക്ഷേ അതിനിടയിൽ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആന ഇന്നലെ മുതൽ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിന് പുറത്തായി എന്നുള്ളതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ആന എവിടെയാണെന്ന് വനംവകുപ്പിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ ആനയെ സംബന്ധിക്കുന്ന ഒരു വിവരവും വനംവകുപ്പിന് ലഭ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഈ ഉൾക്കാട്ടിലടക്കം പരിശോധന നടത്താൻ നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഒടുവിൽ ആനയെ കണ്ടത് ഈ ഏഴാറ്റുമുഖം പ്ലാന്റേഷന് സമീപത്ത് വെച്ചാണ്. കാലടി ഏഴാറ്റുമുഖം പ്ലാന്റേഷന് സമീപത്ത് വെച്ചാണ്. അവിടെ നിന്ന് ആന കാട് കയറി എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി റേഞ്ചർമാരുടെ നേതൃത്വത്തിലുള്ള 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഉൾക്കാട്ടിൽ പരിശോധന നടത്തുകയാണ് നിലവിൽ വനംവകുപ്പിന്റെ സംഘം. അങ്ങനെ കാട്ടിൽ ഈ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ പ്രദേശത്ത് ഉൾപ്പെടെ ആന എത്തിയിട്ടുണ്ടോ എന്നൊരു പരിശോധനയിലേക്കാണ് നിലവിൽ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ഇന്ന് ഈ ഉൾക്കാട്ടിൽ ആനയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഈ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആശങ്കയിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ആനയെ കണ്ടെത്താനുള്ള ശ്രമം നിലവിൽ ഊർജിതമായി തുടരുകയാണ്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.